കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ ഇരുന്ന VM വിനുവിന് പകരക്കാരനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കും. VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങളോടെ തള്ളിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നിർബന്ധിതമായത്. കോടതി വിധി മാനിക്കുന്നുവെന്നും കോൺഗ്രസിനൊപ്പം തുടരുമെന്നും VM വിനു അറിയിച്ചിരുന്നു. കോൺഗ്രസ് ഏതെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാകേഷ്, എന്തായാലും VM വിനു ഇനിയിപ്പോൾ മത്സര രംഗത്തില്ല, അതിന് സാധിക്കില്ല. ഇനിയിപ്പോൾ പകരക്കാരനെ വേണം, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒന്നും ആവാൻ സാധ്യതയുണ്ടോ? ഈ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ ഈ ഒരു കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിൽക്കുകയാണ്. കാരണം മേയർ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് VM വിനുവിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയത്. എന്നാൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുയരുന്ന പശ്ചാത്തലമുണ്ടായി. ഒപ്പം തന്നെ ഈ ഹൈക്കോടതി വിധി മാനിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുകയും ചെയ്തു. അതേസമയം തന്നെ പ്ലാൻ ബിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഇവരൊന്നും തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിന് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ VM വിനുവിനെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കല്ലായിൽ നേരിയ പ്രതിഷേധമുണ്ടായിരുന്നു. കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തഴയുന്നു എന്നുള്ള ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നാളെ മാത്രമാണ് ഇനി ഒരു തീയതി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് മുന്നിലുള്ളത്. നാളെ നോമിനേഷൻ കൊടുക്കേണ്ടുന്ന അവസാന ദിവസം കൂടെയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ആരെങ്കിലും സമീപിച്ച് അവരുടെ സമ്മതം കാത്തു നിൽക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ കല്ലായിൽ നിന്നുള്ള പ്രാദേശികമായ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. ഇന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജില്ലാ നേതൃത്വം അറിയിക്കുമെന്നാണ് കരുതുന്നത്.